Hey guys, what's up? So, Southpaw here. നമ്മൾ രേഖാചിത്രം എന്ന മൂവിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ജോഫിൻ ടി ചാക്കോ ഡയറക്ട് ചെയ്ത രേഖാചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ ആസിഫ് അലിയാണ്. ഗൈസ്, ഹാറ്റ്സ് ഓഫ്. ഫസ്റ്റ് ഓഫ് ഓൾ, അടിപൊളി സെലക്ഷൻ. സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെ ചെയ്യണമെന്ന് പുള്ളിക്കാരനെ കണ്ടുപിടിക്കണം. കാരണം വേറൊന്നുമല്ല, കുറച്ച് കാലമായിട്ട് പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്ന ഒത്തിരി മൂവീസ് ഉണ്ട്. വെൽ ഡിസർവ്ഡ് സ്ക്രിപ്റ്റ് ആൻഡ് വെൽ ഡിസർവ്ഡ് ആക്ടർ. പുള്ളിക്കാരനെ കൊണ്ട് എങ്ങനെയൊക്കെ പറ്റുള്ളൂ. കാരണം പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവൽ എത്തിക്കുന്ന കാര്യം ആസിഫ് അലിയും കൊണ്ടേ പറ്റുള്ളൂ. സത്യമായിട്ട് ഈ ഒരു മൂവി ഉണ്ടല്ലോ, നമ്മളെ വേറെ പാരലൽ വേൾഡിലേക്ക് കൊണ്ടുപോകാം, വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം. നമ്മളെങ്ങനെ ചിന്തിക്കും, 90s പടങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഗൈസ് ഈ ഒരു മൂവീസ്. അത് കൊണ്ടുപോയിക്കുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ചിന്തിക്കും, ചേട്ടാ നമ്മളെ ദൃശ്യ മൂവി കാണുന്നത്. ദൃശ്യ മൂവിക്കകത്ത് മോഹൻലാൽ എല്ലാവരെയും കഥകൾ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ഈ ഒരു മൂവീസിൽ അങ്ങനെയാണ് നമ്മളെ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. ഡയറക്ടർ വെൽ സ്ക്രിപ്റ്റഡ് എന്ന് വെച്ചാൽ പുള്ളിക്കാരന് എല്ലാം ഓൾറെഡി ഇമാജിൻ ചെയ്ത് വെച്ചേക്കുക. ഓരോ ഷോട്ടും എങ്ങനെ എടുക്കണമെന്ന് പുള്ളിക്കാരൻ പഠിച്ചു വെച്ചേക്കുക. ആ ഒരു രീതിയിൽ പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ഓരോ സീൻസിനെയും ആക്ടേഴ്സ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വരിക, ആക്ട് ചെയ്തിട്ട് പോവുക. ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കേസ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓരോ സീൻസിനെയും ഇടയ്ക്ക് സ്ലോ പേസ് ആയിട്ട് കൊണ്ടുവന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ പിടിച്ചു നിർത്തിയത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് ഗൈസ്. ഹരിശ്രീ അശോകന്, ഇന്ദ്രൻസ്, അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. നല്ലതായിട്ടുള്ളവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പാരലൽ വേൾഡിൽ കൊണ്ടുവന്നൊരു കഥയാണിത് മെയിനായിട്ട്. വി എഫ് എക്സ് വാസ് കിഡു. പിന്നെ ആസിഫ് അലിയുടെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോറി സെലക്ഷൻ ഈസ് ബ്രില്യൻ. എടുത്തു പറയാനായിട്ട് എന്താ ഗൈസ്, ഒത്തിരി ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒത്തിരി റിവീൽ ചെയ്യുന്നില്ല. ലാസ്റ്റിൽ നമുക്കൊരു സസ്പെൻസ് ഉണ്ട്, ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, മധുരമായ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നില്ല, ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയില്ല. നിങ്ങൾ പോയി തിയേറ്ററിൽ കണ്ട് അത് ആസ്വദിക്കണം. ആ ഒരു ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. ഞാൻ എന്തുവാ പറയുന്നത്, വാക്കുകളില്ല. നൈസ്. 2025 നമുക്ക് 2 പടങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഐഡന്റിറ്റി വന്നിട്ടുണ്ട്, ഒന്ന് ഈ ഒരു പടം രേഖാചിത്രം വന്നിട്ടുണ്ട്. ഈ 2 പടവും നല്ലപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് സ്ക്രിപ്റ്റ് എല്ലാം. ഐഡന്റിറ്റിക്കാളും സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പടമാണ്. നിങ്ങൾ പോയി കാണുക. എന്നിട്ട് ഈ ഒരു കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക 2025 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്. ഞാൻ പോയി കാണാം. ഓക്കെ, എത്ര ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 90s മെയിനായിട്ട് പറയാനുള്ളത്, 90s വിഷ്വൽസും നമ്മുടെ പ്രസന്റ് വിഷ്വൽസും നല്ലൊരു ഫ്ലോയിൽ കൊണ്ടുവരുന്നുണ്ട് ഈ മൂവിയിൽ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ ബോറടിപ്പിക്കത്തില്ല കൂടുതലായിട്ട് ഈ പടം. പിന്നെ നെഗറ്റീവായിട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലത്തെ സീൻ ഈ അനശ്വര രാജന്റെ ഈ 90s കഥകളൊക്കെ കാണിക്കുന്നത് കൂടുതലും ഒത്തിരി അങ്ങ് ലെങ്തി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നിയത് അത്രയൊന്നും കൊണ്ടുപോയിട്ട് ആവശ്യമില്ലായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി ഒത്തിരി ടൈം എടുക്കുകയും അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പെട്ടെന്ന് അത്യാവശ്യം തീർക്കുന്ന പരിപാടിയൊക്കെ ഉള്ളായിരുന്നു. എന്നൊക്കെ വെച്ചിരുന്ന കൊണ്ടാലും അതൊന്നും വലിയ എന്തു പറയുന്നത്, ഒരു നെഗറ്റീവായിട്ട് പറയാനും പറ്റില്ല. പടത്തിൽ സൂപ്പറാണ്, നിങ്ങൾ പോയി കാണുക. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങൾ എഴുതുന്നില്ല. എന്തായാലും വൺ ഓഫ് എ ബ്യൂട്ടിഫുൾ മൂവി എന്ന് പറയാം. വൺ ഓഫ് എ ബ്യൂട്ടിഫുൾ മൂവി. ആസിഫ് അലി ഇങ്ങനെ പോകുകയാണെങ്കിൽ മിക്കവാറും അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി പിടിച്ചാൽ കിട്ടൂല പുള്ളിക്കാരനെ. അതുപോലത്തെ ഹാറ്റ്സ് ഓഫ്, നൈസ് മൂവി. അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു മൂവി ആയിട്ട് കാണാം. ബൈ.